എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ചാനലിൻ്റെ പേരാണ് കോമളവല്ലി ടീച്ചർ. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 2-3 വർഷങ്ങളായി ഈ ചാനൽ വഴി ഞാൻ CBSയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരേക്ക്, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരിലേക്ക്, ജോലി ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെടുന്നവരിലേക്കും കുട്ടികളിലേക്കും ഞാൻ എത്തിക്കുന്നു. ഇവിടെ ഇന്നിപ്പോൾ മലയാളത്തിൽ ഇത് ചെയ്യാനുള്ള കാരണം, ഇതിനു മുമ്പ് കോവിഡ് സമയത്ത് വാക്സിനേഷനെക്കുറിച്ചും പിന്നീട് കോവിഡ് സമയത്ത് ബോർഡ് എക്സാം എഴുതുന്നതിന് പ്രത്യേകമായി ഒരു OMR ഷീറ്റ് വരികയും അതെങ്ങനെ ഫില്ല് ചെയ്യുന്നതിനെക്കുറിച്ചും ആളുകളുടെ ആവശ്യാനുസരണം ഞാൻ മലയാളത്തിൽ 2 വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതും ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ലിറ്ററസി ഇറക്കിയിരിക്കുന്ന ഒരു ലെറ്ററിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ചും അഡ്മിഷനെക്കുറിച്ച്, 1ാം ക്ലാസ്സിൽ അഡ്മിഷനെക്കുറിച്ച്. ഇവിടെ ഈ ലെറ്ററിൽ അർച്ചന ശർമ്മ അശ്വതി, ജോയിൻറ്റ് സെക്രട്ടറി ഓഫ് SSI ആൻഡ് AE മാഡം പറയുന്നതനുസരിച്ച് ഇതിനു മുമ്പ് ഈ ലെറ്റർ 15-ാം തീയതി ഫെബ്രുവരി 2024 ഇറക്കിയിരിക്കുന്നതാണ്. ഈ ലെറ്ററിൽ പറയുന്നതനുസരിച്ച് മാർച്ച് 31, 2021 2023 ഫെബ്രുവരി 9-ാം തീയതിയും 2 ലെറ്ററുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആരിലേക്ക്? സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും യൂണിയൻ ടെറിട്ടറികളും അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറികളുമാണുള്ളത്. അവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതായത് ഇന്ത്യയിൽ പുതിയ ഒരു വിദ്യാഭ്യാസ നയം വരികയാണ് 2020. അത് എൻ്റെ ഏറെക്കുറെ കാര്യങ്ങൾ ഡ്രാഫ്റ്റായി. പക്ഷെ അത് ഒരു കാര്യം നിയമമായിട്ട് വന്നാൽ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ആ പ്രാവർത്തികമാക്കാനുള്ള ഒരു ഡോക്യുമെൻ്റാണ് പിന്നീട് വന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ വേണം പാഠ്യപദ്ധതി, എങ്ങനെ പഠിപ്പിക്കണം, എന്താണ് കുട്ടികൾ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെയായിരിക്കണം പരീക്ഷാ സംവിധാനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ വലിയൊരു ഡോക്യുമെൻ്റാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ആ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെടുന്നതായതുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അടിസ്ഥാനത്തിലും ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നിർബന്ധിതമായിട്ടും പഠിപ്പിക്കുക എന്നുള്ള 2009 ആക്ട് അനുസരിച്ചും ഗ്രേഡ് 1 1ാം ക്ലാസ്സിലേക്ക് എത്തിക്കുമ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടികൾ ചേർക്കുന്നത് 6 വയസ്സോ അതിന് മുകളിലോ ആയിരിക്കണം. 6 വയസ്സായ കുട്ടികളെ മാത്രമേ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പാടുള്ളൂ, ഗ്രേഡ് 1. ഇനി ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, അഡ്മിഷൻ തുടങ്ങാറായ കാര്യങ്ങളായതുകൊണ്ടാണ് സ്റ്റേറ്റുകളോടും യൂണിയൻ ടെറിട്ടറികളോടും വീണ്ടും പറയുന്നത് അഡ്മിഷൻ ടു ഗ്രേഡ് 1 അക്കോർഡിംഗ്ലി, 6+ ഫോർ അഡ്മിഷൻ ഗ്രേഡ് 1 അക്കോർഡിംഗ്ലി. സോ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ലുക്ക് ഇൻ ടു ദ മാറ്റർ പേഴ്സണലി ടു എൻഷുർ കംപ്ലയൻസ് ആൻഡ് ഷെയർ ദ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാറ്റസ് ഓഫ് ദ സെയിം ബൈ ഫെബ്രുവരി 20, 2024. അപ്പോൾ ഇതുമായിട്ട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അത് അറിയിക്കുവാനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് 6 വയസ്സായതിന് ശേഷം മാത്രമാണ് 1ാം ക്ലാസ്സിൽ ചേർക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നിർബന്ധമായിട്ടും 3 വയസ്സിൽ കുട്ടികളെ അംഗൻവാടിയും ബാലവാടിയും ചെറിയ വ്യത്യാസമുണ്ട്. എന്തായാലും 3 കൊല്ലം, അതായത് 3 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെയും, 4 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയും, 5 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയും കുട്ടികളെ നിർബന്ധമായും അയച്ചിരിക്കണം. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അയച്ചിരിക്കണം. അതുമായി ബന്ധപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗൻവാടി എന്നുള്ള പേരിലായിരിക്കും, ബാലവാടിക എന്നുള്ള പേരിലായിരിക്കും. കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ 3, 4, 4, 5 വയസ്സുകളിൽ അംഗൻവാടികളും 5 തൊട്ട് 6 വയസ്സുകളിൽ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ ബാലവാടികയിലുമാണ് ചേർക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും വിസ്തരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇത് നിർബന്ധമാണ് 3 വയസ്സിലെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുക എന്നുള്ളത്. സ്കൂൾ മീൻസ് ഫൗണ്ടേഷൻ സ്റ്റേജ്. ഈ ഫൗണ്ടേഷൻ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതാത് സംസ്ഥാനങ്ങളിലെ, ഇപ്പോൾ കേരളത്തിലാകുമ്പോൾ മലയാളമാണ് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ്, നമ്മുടെ ലോക്കൽ ലാംഗ്വേജ്, നമ്മുടെ മദർ ടങ്. പക്ഷേ ഏത് ഭാഷയാണോ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ്, ഏത് ഭാഷയാണോ നിങ്ങളുടെ മദർ ടങ്, ആ കുട്ടി ഏത് ഭാഷയിലാണോ സംസാരിച്ചും കേട്ടും തുടങ്ങുന്നത്, നമ്മുടെ കേട്ടു തുടങ്ങുന്ന ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ. അമ്മയുടെ വായിൽ നിന്ന് കേൾക്കുന്ന, നാക്കിൽ നിന്ന് കേൾക്കുന്ന ഭാഷയാണ് നമ്മുടെ മദർ ടങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ഭാഷയിലാണോ കുട്ടി മനസ്സിലാക്കി തുടങ്ങുന്നത്, ആ മനസ്സിലാക്കുന്ന ഭാഷയിൽ
അതാണ് ഫൗണ്ടേഷണൽ. ആ മനസ്സിലാക്കുന്ന ഭാഷയിൽ കുട്ടിയെ അക്ഷരം പഠിപ്പിക്കുക, കുട്ടിയെ എണ്ണാൻ പഠിപ്പിക്കുക. അതുതന്നെയാണ് നമ്മൾ FLN എന്ന് പറയും. ഫൗണ്ടേഷണൽ ലേണിംഗ് ആണ് റിഗാർഡിങ് ലിറ്ററസി ആൻഡ് ന്യൂമറസി, FLN. സോ ഇവിടെ FLN എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഈ അംഗൻവാടി ബാലവാടികകളിൽ കുട്ടികൾ ഫൗണ്ടേഷൻ സ്റ്റേജിലെ ലിറ്ററസിയെക്കുറിച്ചും ഫൗണ്ടേഷണൽ സ്റ്റേജിലെ ന്യൂമറസിയെക്കുറിച്ചും, ലിറ്ററസി എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കുക, FLN എന്നാണ് നമ്മളതിനെ പറയുക. FLN ഫൗണ്ടേഷൻ ലിറ്ററസി ന്യൂമറസി, എണ്ണാൻ പഠിക്കുക, അതുപോലെ തന്നെ അക്ഷരങ്ങൾ പഠിക്കുക. ഏത് ഭാഷയിൽ? മാതൃഭാഷയിൽ. ഏതൊക്കെ സംസ്ഥാനങ്ങളാണോ, ഏതൊക്കെ മാതൃഭാഷകളാണോ അവിടെ അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഏതാണോ ആ ലോക്കൽ ലാംഗ്വേജ് അനുസരിച്ച് കുട്ടിയെ പഠിപ്പിക്കുക. ആശയങ്ങളും കാര്യങ്ങളും അവരവരുടെ മാതൃഭാഷയിൽ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. അപ്പോൾ കുട്ടി പഠിച്ചു തുടങ്ങി, മനസ്സിലാക്കി തുടങ്ങി, അതിന് ശേഷം മാത്രമാണ് മറ്റു ഭാഷകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്. 6 വയസ്സ് വരെയാണ്, 6 വയസ്സ് തൊട്ടാണ് കുട്ടിയെ 1ാം ക്ലാസ്സിൽ ചേർക്കേണ്ടത്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങളോടും യൂണിയൻ ടെറിട്ടറികളോടും ആവശ്യപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് ആളുകൾ എന്നോട് ചോദിച്ചവരോട് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് എന്നെ ശ്രവിച്ചതിന്. താങ്ക് യു ആൾ.